ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആയിഷ ഷിയാസ് വ്ളോഗ്സ്. ഇന്ന് മുട്ട വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള പോളൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി ബിരിയാണിക്കൊക്കെ അരിയുന്ന പോലെ നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക്, മല്ലിയില, ഒരു ചെറിയ തക്കാളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആ ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യട്ടോ. ഈ സമയത്ത് ഉപ്പും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയും നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ളൊരു ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് പാല്, 1 മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുക്ക് ചെയ്ത മുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 മുട്ടയോ 4 മുട്ടയോ എടുക്കാം കേട്ടോ. എത്ര മുട്ട എടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു മുട്ടേനെ 4 സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഓയിൽ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇത് ഈ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസും കൂടി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വെക്കുന്നില്ല. ഇപ്പോൾ ഇതാ മുട്ട എല്ലാം അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയ മസാലയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അത് വിട്ട് പോയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുക. അപ്പോൾ അത് കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ അത് കുക്കായി എന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലെ ഭാഗം താഴേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പോള ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ താഴ്ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.
പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.